കർക്കിടകം സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുതിര വിളയിച്ചതാണേ. നല്ല മഴയും തണുപ്പൊക്കെയുള്ള കർക്കിടക മാസത്തിൽ ശരീരത്തിന് ഒരു ശക്തി നൽകാനും ഒരു ഉണർവ് നൽകാനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് മുതിര. പക്ഷേ ഇതുപോലെ വിളയിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടോ? കുട്ടികളെയൊക്കെ മുതിര കഴിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഇത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇപ്പോൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ മുതിര എടുത്തിട്ടുണ്ട് 150 ഗ്രാം. അത് സോക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള അളവാണേ. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട് ഒരു 250 ഗ്രാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ അച്ചിലുള്ള ശർക്കരയാണ്. നിങ്ങളത് ചെറിയ അച്ചിലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ എണ്ണം അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ആണിയാണ്. നന്നായി കഴുകിയെടുത്ത മുതിര ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ വേണം. എന്നാലേ ബാക്കിയുള്ള രുചികളെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 400 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മുതിരയൊന്നും മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി കുക്കർ അടച്ച് ഒരു 4 മുതൽ 5 വിസിൽ വരെ കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം. ഉടഞ്ഞ് കലങ്ങി പോവില്ല, പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. ഒരു പാത്രത്തിൽ ശർക്കരയും 1 കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ അത് ഉരുകുന്നത് വരെ വെക്കാം. നമുക്ക് ശർക്കരയൊന്ന് അലിഞ്ഞു കിട്ടിയാലും മാത്രം മതി കേട്ടോ. അടുത്തതായി ഇതിലേക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചിരകിയ തേങ്ങയാണ്. ഒരു 3 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. റോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യാണ് ഇതിന് ചേരുക കേട്ടോ. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് തേങ്ങയുടെ ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. നമ്മൾ ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതൊരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ. നമുക്ക് വേണ്ട ഒരു പാകത്തിന് കിട്ടാൻ വേണ്ടി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേണ്ട ഒരു പരുവത്തിനായിട്ടുണ്ട്. തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. തേങ്ങയിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലും ഡേർട്ടോ പൊടിയോ അതിൻ്റെ മേലെയുള്ള പതയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര മാത്രമല്ല, നമ്മുടെ മുതിരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ലോണം ഉടഞ്ഞു കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഫോം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ, തേങ്ങ ഫ്രൈ ചെയ്ത് വെച്ച ആ പാത്രം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അലിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയൊക്കെ നന്നായിട്ട് ശർക്കരയൊന്ന് അബ്സോർബ് ചെയ്യട്ടെ. തേങ്ങയും ശർക്കരയും മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്നാമത്തത് ജീരകപ്പൊടി. ജീരകം റോസ്റ്റ് ചെയ്യാതെ പൊടിച്ചതാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ. പിന്നെ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 പൊടികളുടെയും ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പുറത്തേക്ക് വരട്ടെ. ജീരകം റോസ്റ്റ് ചെയ്ത് പൊടിച്ചാലും റോസ്റ്റ് ചെയ്യാതെ പൊടിച്ചാലും രണ്ടും വേറെ വേറെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. നമുക്ക് റോസ്റ്റ് ചെയ്യാതെ പൊടിച്ച ആ ടേസ്റ്റാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മുതിര ചേർത്ത് കൊടുക്കാം. മുതിരയുടെ കൂടെ തന്നെ അത് കുക്ക് ചെയ്ത സ്റ്റോക്ക്, അതിൻ്റെ വെള്ളവും കൂടെ 1 തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ശർക്കരപ്പാനി മുതിരയിൽ എല്ലായിടത്തും ഒന്ന് പെരണ്ട് വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിക്കാം. അപ്പോഴേക്കും മുതിര ഒന്ന് ആ ശർക്കരയുടെ വെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടെ നന്നായിട്ട് വേവും.
2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം. തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അതിലുള്ള വാട്ടർ കണ്ടന്റ് അങ്ങ് എവാപ്പറേറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. മുതിര ശർക്കരയെ നന്നായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും. ഇതേപോലെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിക്കണം. ഇപ്പോൾ തേങ്ങയും മുതിരയൊക്കെ നന്നായിട്ട് ആ സ്വീറ്റ്നെസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ആവിയായിട്ട് പോയിക്കോളും. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഈ ഒരു മുതിര വിളയിച്ചത് നമ്മൾ അവില് വിളയിച്ച പോലെ കുറേ ദിവസം വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കി അന്ന് തന്നെ ഇത് തീർക്കണം. പിറ്റേന്നത്തേക്ക് ആയാൽ പോലും അത് കുറച്ചൊന്ന് ടേസ്റ്റ് മാറി തുടങ്ങും. ഇനി ഇതിലേക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ലാതെയാണ്. കാഷ്യൂ നട്ട്സോ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് ചേർക്കാം. ഗാർണിഷിങ്ങിന് കുറച്ച് ഫ്രൈ ചെയ്ത തേങ്ങ തന്നെ നമുക്ക് തൂവി കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ പച്ചനെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാം, നല്ലതാണ്. ഞങ്ങളുടെ തറവാട്ടിൽ പൂജയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നൈവേദ്യമായിട്ട് ചെറുപയറ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് നമുക്ക് പിന്നെ പ്രസാദമൊക്കെ ആയിട്ട് കിട്ടും. കർക്കിടകത്തിൽ ഇതുപോലെ മുതിര വിളയിച്ച് ഉണ്ടാക്കും. കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് സമയത്തും നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.